ഡിയേഴ്സ് ഞാനപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ സെക്കൻഡ് പാർട്ടിൽ പറയാൻ പോവാണ്. എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവന്ന് വേറെ ഒന്നുമല്ല, നമ്മുടെ കേരളീയരുടെ പ്രിയപ്പെട്ട ഭക്ഷണമായ ബിരിയാണി. ഇന്ന് മത്തങ്ങയും പരിപ്പും കൂട്ടാനായ കാരണം ചേട്ടൻ അത് പിടിച്ചില്ല. അപ്പോൾ ഒരു സ്പെഷ്യൽ ബിരിയാണി മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടേക്ക് മേടിച്ചു. ചേച്ചിയുടെ മോനുള്ള കാരണം അവനും മരണം കൊണ്ടുകൊടുത്തു കേട്ടോ. ചേട്ടൻ കൊണ്ടുകൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോഴത്തേ നല്ല ബിരിയാണിയാണ്. മുട്ടയടക്കം ഉണ്ടായിരുന്നു. സാധാരണ മുട്ടയൊന്നും കിട്ടാറില്ല, മുട്ടയ്ക്കൊക്കെ വില കൂടിയ കാരണം ഇപ്പം ഞങ്ങൾ 2 ബിരിയാണി വേണ്ടി മേടിച്ചത്. ഞങ്ങൾ 4 ആൾക്കും കൂടിയിട്ട്. അപ്പോഴത്തേ സാലഡ് ഉണ്ട്, അച്ചാറുണ്ട്, നല്ല കുഴപ്പമില്ല, നല്ല വർത്തായിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. 100 രൂപയാണോ 180 രൂപയാണോ എന്ന് എനിക്കറിയില്ല. നല്ല ബിരിയാണിയായിരുന്നു, നല്ല വർത്താണ്. ചിക്കനൊക്കെ നല്ലതായിട്ട് വിട്ട് പോരുന്നുണ്ട്. നല്ല ജ്യൂസി ചിക്കനായിരുന്നു. വലിയ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം നല്ല അടിപൊളി ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല. കുഴപ്പമില്ലാത്ത നല്ല ഒരു അടിപൊളി കുഴപ്പമില്ലാത്ത ഒരു ചിക്കൻ ബിരിയാണി. അത്ര വലിയ ഹൈപ്പ് കൊടുക്കാനുള്ളതൊന്നും എനിക്ക് തോന്നിയില്ല. നല്ല ബിരിയാണിയാണ്. എന്നാലും അത് ഗ്രേവി കുറവായിരുന്നു കേട്ടോ. അത് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം. എനിക്ക് ഗ്രേവിയൊക്കെ അത്യാവശ്യം വേണം. പിന്നെ അത് കഴിഞ്ഞത് ഉച്ച നേരമായി, മണി 2:30 മണിയായി. എനിക്ക് ഈ സമയമാണ്, ഉച്ചമയക്കം തന്നെ സമയമാണ്. അപ്പോൾ ഞാൻ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് കുറേ കാലങ്ങൾക്ക് ശേഷം എൻ്റെ ചേട്ടൻ്റെ വണ്ടി കിട്ടി ഗായ്സ്. എൻ്റെ ചേട്ടൻ്റെ വണ്ടി റെഡിയാക്കി വീട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇന്നാൾ മരം വീണതിന് ശേഷം ചേട്ടൻ്റെ വണ്ടി ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ യൂട്യൂബിൽ ജസ്റ്റ് ഒരു ലൈവൊക്കെ ചെയ്തു. ഇതൊക്കെ ചെയ്യണതിൻ്റെ ഇടയിലാണ് ഗ്രൂപ്പിലും ലൈവിലൊക്കെ പോയിട്ട് ലൈവൊക്കെ വന്നു. അത് കഴിഞ്ഞ് ലൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരുപാട് അതിക്രമിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരം എനിക്ക് 4 മണിക്ക് എനിക്ക് തിരുവാതിരക്കളിയൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഞാനത് വീഡിയോ എടുക്കാൻ നിന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തിരുവാതിരക്കളിക്ക് പോകുന്ന സമയത്ത് ഞാൻ ഫോണൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഫോണിൽ ചാർജിലാണ്ട് ഫോൺ ചാർജിലിട്ടേക്കായിരുന്നു. കുറച്ച് നേരം ലൈവിലിരുന്ന് നിങ്ങളോടൊക്കെ സംവാദിച്ച് കഴിഞ്ഞ ശേഷം ഒരു 7:30 ആയി. ആ സമയത്ത് ഞാൻ വേഗം പോയി ഒരു കാക്കക്കുളിയൊക്കെ പാസ്സാക്കി വേഗം കുളിച്ച് വന്ന് പിന്നെ വേഗം എന്താ പറയുക, അടുത്തത് രാത്രിക്കലേക്ക് നോക്കാനുള്ള സമയമായി. ഞാൻ രാത്രി വേഗം വന്ന് 7:30 നിങ്ങളുടെ ലൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രിക്കലേക്കുള്ള ഫുഡ് സെറ്റാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചോറ് ഉണ്ണാൻ പാടില്ല. അപ്പോൾ ഞാൻ കുറച്ച് റാഗി പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റാഗി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മോള് ചേട്ടൻ്റെ കൂടെ അമ്പലത്തിൽ താക്കോല് പൂജിക്കാൻ പോയേക്കായിരുന്നു. കാരണം വണ്ടി കിട്ടിയിട്ട് ഒരു വാഹന പൂജയ്ക്ക് ചേട്ടൻ പോയേക്കായിരുന്നു. കാരണം വണ്ടി ഇപ്പോൾ ഈ അടുത്താണല്ലോ വണ്ടി പണി കഴിഞ്ഞപ്പോൾ ഇന്നാണ് കിട്ടിയത്. 1 മാസത്തിന് ശേഷം ഇന്നാണ് ചേട്ടൻ്റെ വണ്ടി കിട്ടുന്നത്. അപ്പോൾ വണ്ടി കിട്ടി ചേട്ടൻ താക്കോലും കൊണ്ട് മോളെയും കൊണ്ട് പൂജ അമ്പലത്തിൽ പോയി. അതിൻ്റെ ഇടയിലാണ് ഞാൻ യൂട്യൂബും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തോളം പിന്നെ അവളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ ഡാൻസ് ക്ലാസ്സിലായിരുന്നു. അപ്പോൾ പിന്നെ സമാധാനമായിട്ട് എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വന്ന് അവൾ ഉപദ്രവിച്ചേനെ, ഭയങ്കര ശല്യം ചെയ്തേനെ. ഇന്ന് എനിക്ക് അവളില്ലാത്ത കാരണം സന്തോഷമായിട്ട് ലൈവ് ചെയ്യാൻ പറ്റി. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ ലൈവിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങൾ ലൈവ് കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ടാവും, ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നും ഞാൻ പറയുന്ന പോലെ ചാനലിലെ പേര് മറക്കരുത്, ലിറ്റിൽ വേൾഡ്. അത് കഴിഞ്ഞത് ഓണത്തിനെ കുറിച്ചൊക്കെ കുറേ വാർത്ത ഞാൻ സംസാരിച്ചു. കാരണം ഈ കുമ്മാട്ടിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ലൈവിലിരുന്നത്. ഇന്ന് സൺഡേ ആണ്. ഞാൻ സാധാരണ ഓൺലൈൻ ക്ലാസ് എടുക്കാറില്ല, പക്ഷേ ഇന്ന് എനിക്ക് എടുത്തേ പറ്റൂ എന്നുള്ള അവസ്ഥയായിരുന്നു. കാരണം ഇന്നലെ ഒരു ക്ലാസ് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ഓൺലൈൻ ക്ലാസ്സിന് കയറി. ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് കിട്ടാണ് ലൈവിനിരുന്നത്. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു 7:25 ഞാൻ വേഗം ഒരു കാക്കക്കുളിയൊക്കെ കുടിച്ച് പാസ്സാക്കി അടുക്കള ചെന്നപ്പോൾ കോഴിമുട്ട ഇരിക്കണം. അപ്പോൾ എനിക്കത് തോന്നി. പിന്നെ അപ്പോൾ കൊള്ളിയും മുട്ടയും അടിച്ചാലോ എന്ന് തോന്നി. അതിലൊരു അവക്കാഡോ ഞാൻ പൊട്ടിച്ചെടുത്തു. അവക്കാഡോ പൊട്ടിച്ചെടുത്തിട്ട് എനിക്ക് എൻ്റെ ഒരു സ്പെഷ്യൽ ദോശ ഉണ്ടാക്കാൻ വേണ്ടി റാഗി പൊടി എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് റാഗി പൊടിയിലേക്ക് കുറച്ച് ഉപ്പും ഇതൊക്കെ ഇട്ട് അവക്കാഡോ ഇട്ട് നന്നായി കുഴച്ചുണ്ടാക്കി മിക്സിയിലൊക്കെ അടിച്ച് നല്ല പോലെ മാവാക്കിയിട്ട് ഞാനൊരു ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ മാവൊക്കെ സെറ്റാക്കി. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ കൊള്ളി ഇരിക്കുന്നു. അപ്പം പിന്നെ മുട്ടയും വെച്ച് തട്ടുകട സ്റ്റൈലിൽ കൊള്ളിയും മുട്ടയും പൊരിച്ചാൽ എന്താണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വേഗം സബോളയൊക്കെ തൊലി കളഞ്ഞ് നല്ല രീതിയിൽ കട്ട് ചെയ്ത് അവരെ അടുപ്പത്തിട്ടു. ചീഞ്ചട്ടിയൊക്കെ വെച്ച് അടുപ്പത്തിട്ട് നന്നായി വഴറ്റി എനിക്ക് നന്നായി ബ്രൗണിഷ് കളറാവണം. ബ്രൗണിഷ് കളറാകുമ്പോഴേക്കും ഞാൻ ഇപ്പുറത്ത് എൻ്റെ ദോശമാവ് റെഡിയാക്കിയിട്ടിരുന്നു. ദോശക്കല്ല് വെച്ചു. ദോശ ഏകദേശം ദോശക്കല്ല് ചൂടായപ്പോൾ ഞാൻ മാവ് ഒഴിക്കാൻ മോള് അപ്പോഴേക്കും ഡാൻസ് കഴിഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ദോശക്കല്ല് വെച്ച കാരണം അവൾ എന്നെ സഹായിച്ചു. മാവ് ഒഴിക്കാനും ഉണ്ടാക്കാനും അവൾ സഹായിച്ചു. അപ്പോൾ അത്ര വലിയ കുട്ടിയൊന്നുമല്ല, ചെറിയ കുട്ടിയായാലും അവളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവൾ എനിക്ക് സഹായിച്ച് തരാറുണ്ട്. അതിന് വലിയ കാര്യം എന്ന് പറയാം. അത് കഴിഞ്ഞ് കൊള്ളി നല്ല രീതിയിൽ ഇങ്ങനെ ആക്കി ബ്രൗണിഷ് കളറാക്കി കുറച്ച് ഉപ്പൊക്കെ വെതറി മുട്ട പൊട്ടിച്ചതിലേക്ക് ഇട്ടു കേട്ടോ. നല്ല രീതിയിൽ മുട്ട പൊട്ടിച്ചതിലേക്കിട്ട് മിക്സാക്കി കൊടുത്ത് കൊത്തിപ്പൊരിയൊക്കെ ആക്കി. മുട്ട വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഗ്യാസൊക്കെ കൂട്ടി വെച്ച് അത് കഴിയുമ്പോഴേക്കും കൊള്ളി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ അത് നന്നായി കൊത്തിപ്പൊരിച്ചുണ്ടാക്കി. ഇതുപോലെ എൻ്റെ പോലെ മുട്ടയും കൊള്ളിയും ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളാം, ലൈക്ക് ചെയ്തോളാം.
അത് കഴിഞ്ഞ് രാവിലെ ഉണ്ടാക്കിയ കൊള്ളിക്കറിയാണ്. കൊള്ളിക്കറി മുട്ടയിലേക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതിനെയും ഒന്ന് കുട്ടപ്പനാക്കി വെച്ച് നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു. രണ്ടിനെയും കൂടി നന്നായി മിക്സാക്കിയാലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഇത് കാണുന്നവർക്കൊക്കെ വായിൽ വെള്ളം വരുന്നത് എനിക്കറിയാം. വായിൽ കൊതി വിടരുത്. ഓക്കെ, അപ്പോൾ താങ്ക് യു.